ഏതായാലും നമ്മൾ പവർ ഷെല്ല് സീരീസ് ചെയ്യുകയാണല്ലോ. സോ നമുക്ക് ആദ്യമായിട്ട് അറിയേണ്ടത് എങ്ങനെയാണ് പവർ ഷെൽ ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ പി സിയിൽ വിൻഡോസ് പി സിയിൽ വിൻഡോസ് എക്സ് പ്ലസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ചെയ്യും. ഇവിടെ വിൻഡോസ് പവർ ഷെൽ എന്ന് കാണാം, വിൻഡോസ് പവർ ഷെൽ അഡ്മിൻ എന്നും കാണാം. ഇവിടെ വിൻഡോസ് പവർ ഷെല്ലിന് പകരം വിൻഡോസ് 11 പി സി ആണ് ഉപയോഗിക്കുന്നത് എങ്കിൽ വിൻഡോസ് ടെർമിനൽ എന്നായിരിക്കും കാണുക. കുഴപ്പമൊന്നുമില്ല, അത് ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ പല പ്രോസസ്സും റൺ ചെയ്യാൻ വേണ്ടി പല കാംലെറ്റ്സ്, ഈ കാംലെറ്റ്സ് എന്ന് പറഞ്ഞാൽ വിൻഡോസിലെ ഓരോ കമാൻഡ്സിനെയും അല്ലെങ്കിൽ ഓരോ ലൈറ്റ് വെയ്റ്റ് കമാൻഡിനെയും പറയുന്നതാണ് കാംലെറ്റ്സ്. ചില കാംലെറ്റ്സുകൾ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് പവർ ഷെല്ല് മസ്റ്റായിട്ടും അഡ്മിനിസ്ട്രേറ്ററിൽ തന്നെ റൺ ചെയ്യേണ്ടി വരും. ഇതാണ് ഒരു വഴി. ഇനി മറ്റൊരു വഴി, വെറുതെ സെർച്ചിൽ നമുക്ക് എന്ത് ചെയ്യാം, പവർ ഷെല്ലിൽ നിന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോർമലായിട്ട് ഓപ്പൺ ആവും. അതല്ല, നിങ്ങൾക്ക് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടാണ് ഓപ്പൺ ആക്കേണ്ടതെങ്കിൽ റൈറ്റ് ക്ലിക്ക് അടിച്ചതിന് ശേഷം റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ കൊടുത്താൽ മതി. ഇനി മറ്റൊരു മാർഗ്ഗമാണ് വിൻഡോസ് ആർക്കി പ്ലസ് ചെയ്തതിന് ശേഷം പവർ ഷെല്ലെന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഇവിടെ പവർ ഷെല്ല് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പവർ ഷെൽ ഓപ്പൺ ആയി വരിക ചെയ്യുക. ഇനി അതല്ല, നിങ്ങൾക്ക് പവർ ഷെൽ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടാണ് ഓപ്പൺ ചെയ്യേണ്ടതെങ്കിൽ വിൻഡോസ് ആർ പ്രസ് ചെയ്തതിന് ശേഷം കൺട്രോൾ ഷിഫ്റ്റ് എൻ്റർ അടിച്ചാൽ മതി. അപ്പോൾ ഇതുപോലൊരു UAC വിൻഡോ പോപ്പപ്പ് ആയി വരും. അതിൽ യെസ് കൊടുത്തു കഴിഞ്ഞാൽ പവർ ഷെല്ല് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് റൺ ആവും. ഇവിടെ പവർ ഷെല്ല് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടാണോ റൺ ആയത് എന്ന് നോക്കാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ അഡ്മിനിസ്ട്രേറ്റർ എന്ന് കാണിക്കും. ഓക്കെ, ഇതാണ് ഒരു വഴി. പക്ഷേ ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്ന പവർ ഷെല്ലിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരുപാട് കോഡുകളൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നാൽ ചെറിയ ചെറിയ കാംലെറ്റ്സുകളൊക്കെ ടൈപ്പ് ചെയ്ത് നോക്കാം. നമുക്കിപ്പോൾ പ്രോസസ്സ് കിട്ടാൻ വേണ്ടി ഗെറ്റ് പ്രോസസ്സ് എന്ന് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ പ്രോസസ്സുകളൊക്കെ കിട്ടും. പക്ഷേ ഒരു ഉദാഹരണത്തിന് ഇതുപോലെ ഒരു പവർ ഷെൽ ടെർമിനൽ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കൊരു കുറച്ച് ലോങ് ആയിട്ടുള്ള ലെങ്തി ആയിട്ടുള്ള ലൂപ്പുകളൊക്കെ വരുന്ന ഒരു കോഡ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഇത് വെച്ചിട്ട് ചെയ്യൽ കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. ഒരുപാട് കോഡുകളൊക്കെ വരുന്ന സമയത്ത് ഒത്തിരി ബുദ്ധിമുട്ടുകളായിരിക്കും. അപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് വിൻഡോസ് ISE അഥവാ വിൻഡോസ് പവർ ഷെൽ ISE അഥവാ പവർ ഷെൽ ഇൻ്റഗ്രേറ്റഡ് സ്ക്രിപ്റ്റിംഗ് എൻവയോൺമെൻറ്റ്. ഇത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പവർ ഷെല്ല് എന്നതിന് ശേഷം ഒരു അണ്ടർസ്കോർ ഇട്ട് ISE എന്ന് ടൈപ്പ് ചെയ്ത് കൺട്രോൾ ഷിഫ്റ്റ് എൻ്റർ നിൽക്കിയാൽ മതി. റൺ ആസ് അഡ്മിനിസ്ട്രേറ്ററായി ഓപ്പൺ ആയി വരും. ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഓട്ടോമാറ്റിക്, ഇപ്പോൾ ഞാനിവിടെ ഓട്ടോമാറ്റിക് സജഷൻസ് ഒക്കെ വരും. കണ്ടോ, ഇവിടെ ഞാൻ പ്രോസസ്സിന് അടിക്കുമ്പോൾ തന്നെ അവിടെ സജഷൻസ് ഒക്കെ വരുന്നുണ്ട്. ഒരു IDEക്ക് സിമിലറായിട്ട് തന്നെയുള്ള ഒരു ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ആണ് പവർ ഷെല്ലിന് വേണ്ടിയിട്ട് മൈക്രോസോഫ്റ്റ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിന് ചെറിയൊരു കുഴപ്പമുണ്ട്. മൈക്രോസോഫ്റ്റ് ഇതിൻ്റെ ഡെവലപ്മെൻറ്റും ഇതിൻ്റെ സപ്പോർട്ടും ഒക്കെ നിർത്തി വെച്ചിരിക്കുകയാണ്. സോ പുതിയൊരു കാലത്ത് ഇത് ഉപയോഗിക്കുന്നത് അത്ര നല്ലൊരു പരിപാടിയല്ല. സോ അതിനായിട്ട് ഏറ്റവും നല്ല ഓപ്ഷൻ, നമ്മൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ എന്ത് ചെയ്താൽ മതി, പവർ ഷെല്ലിൻ്റെ എക്സ്റ്റൻഷൻ ഇനേബിൾ ചെയ്താൽ മതി. അത് വളരെ സിമ്പിളാണ്, ഞാനിവിടെ ഓൾറെഡി ചെയ്തതാണ്. എന്നാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ കാണിക്കാം. വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എന്ന് അടിക്കുക. അതിൽ ഫസ്റ്റ് വരുന്നത് ലിങ്കിൽ ഓപ്പൺ ചെയ്യുക. ഇത് മൈക്രോസോഫ്റ്റിൻ്റെ സ്റ്റോറാണ്. ഇനി അതല്ല എങ്കിൽ രണ്ടാമത്തെ ലിങ്ക്, നിങ്ങൾക്കൊക്കെ അതൊക്കെ മാറിയിട്ടൊക്കെ വരാം, code.visualstudio.com ആണ്. ഇവിടെ ഡൗൺലോഡ് എന്നുള്ള ക്ലിക്ക് ചെയ്താൽ മതി. അതിനുശേഷം വിൻഡോസ് 10 and 11 ക്ലിക്ക് ചെയ്യാം. ഓട്ടോമാറ്റിക് ഡൗൺലോഡ് സ്റ്റാർട്ടാവും. ഓക്കെ, സ്റ്റാർട്ടായിട്ടില്ലെങ്കിൽ ഇവിടെ ഇതാക്കാം. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തതാണ്. അതിനുശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് ബേസിക് ആയിട്ടുള്ളതാണ് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഇനി വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് പവർ ഷെൽ എന്ന് ടൈപ്പ് ചെയ്യുക. ഇവിടെ പവർ ഷെൽ മൈക്രോസോഫ്റ്റിൻ്റെ ഉണ്ട്, മൈക്രോസോഫ്റ്റിൻ്റെ തന്നെ പവർ ഷെൽ ഉണ്ട്. അതിവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇൻസ്റ്റാൾ എന്നുള്ള ഓപ്ഷൻ വരും. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തത് കൊണ്ടാണ് അങ്ങനെ ഒരു ഓപ്ഷൻ വരാത്തത്. ഇൻസ്റ്റാൾ ചെയ്യാം. അതിനുശേഷം നമുക്ക് എവിടെയാണോ പവർ ഷെൽ കോഡ് റൺ ചെയ്യേണ്ടത് അവിടെ ഒരു ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യുക. ഞാനിവിടെ ഡോക്യുമെൻറ്റ്സിലാണ് ചെയ്യുന്നത്. ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യുക. ചെയ്തതിന് ശേഷം അതിന് എന്തെങ്കിലും ഒരു നെയിം കൊടുക്കുക, ഹലോ വേൾഡ് എന്നോ മറ്റെന്തോ കൊടുക്കുക. പക്ഷേ എക്സ്റ്റൻഷൻ എന്താണ്, എപ്പോഴും PS1 എന്നായിരിക്കണം. ഓക്കെ, ഇവിടെ നമുക്ക് നമ്മുടെ ഫസ്റ്റ് കോഡ് ജസ്റ്റ് ഒന്ന് റൈറ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് കോഡ് നമുക്ക് റൈറ്റ് ഹോസ്റ്റ് ചെയ്യാം. ഇത് എന്താണ് നമുക്ക്
നമ്മുടെ മറ്റുള്ള കോഡിംഗ് എൻവറോൺമെൻറ്റിൽ പ്രിൻറ്റിനൊക്കെ പകരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ക്യാംലെറ്റ്സ് ആണ്. റൈറ്റ് ഹോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ എന്താക്കാം, ചങ്ങാതി എന്നടിക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം, എന്താ റിസൾട്ട് നോക്കാമല്ലോ. ഇവിടെ ചങ്ങാതി എന്ന് പ്രിൻ്റ് ആയിട്ടുണ്ട് അല്ലേ. ഇന്നത്തേക്ക് ഇത്രയും മതി. നാളെ നമുക്ക് ഗെറ്റ് ഹെൽപ്പ്, ഗെറ്റ് കമാൻഡ് അങ്ങനെ പോലെയുള്ള ക്യാംലെറ്റ്സുകളും കാര്യങ്ങളൊക്കെ പോകാം. നമുക്ക് പതിയെ മെല്ലെ സ്ലോലി ഗ്രോ ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുന്നുണ്ട്, ഉപകാരപ്പെട്ടിട്ടാണ് നോക്കാമല്ലോ. അപ്പോൾ വീണ്ടും കാണുന്നതുവരേക്കും വണക്കം.